നോർത്ത് കൊറിയയിൽ ജനിച്ച ഈ ഒരു കുട്ടിയെ രാജ്യദ്രോഹിയെന്ന് മുദ്രകുത്തുന്നു. വർഷം 2021. നോർത്ത് കൊറിയയിലെ ഒരു സ്റ്റേഡിയത്തിൽ 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ വീൽ ചെയറിൽ കൊണ്ടുവരുന്നു. സൈഡിലായി ഈ കുട്ടിയുടെ അമ്മ കരയുന്നതായി നമുക്ക് കാണാം. ഏതാനും സമയങ്ങൾക്ക് ശേഷം മെഷീൻ ഗണ്ണുകളുടെ സഹായത്തോടെ 9 റൗണ്ട് ഈ കുട്ടിയുടെ മുകളിൽ ഫയറിംഗ് നടത്തുന്നു. തൽക്ഷണം ആ കുട്ടി മരിക്കുന്നു. സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആളുകൾ കൈയടിക്കുന്നു. ഇതാണ് നോർത്ത് കൊറിയ. ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഇവിടെയാണ്. ഇന്ന് ഞാനും നിങ്ങളുമെല്ലാം സ്വതന്ത്രമായി ചെയ്യുന്ന പല കാര്യങ്ങളും നോർത്ത് കൊറിയയിൽ ശിക്ഷാർഹമാണ്. ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് ഇന്ന് സ്വാതന്ത്ര്യം എന്താണെന്നറിയില്ല. പേടിയുടെ നിഴലിലാണ് ഇവരുടെ ഓരോ രാത്രികളും കടന്നു പോകുന്നത്. ഈ ഒരു രാജ്യത്തിലെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. വർഷം 1945. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കൊറിയയിൽ ജപ്പാന്റെ ആധിപത്യം എന്നേക്കുമായി ഇല്ലാതാകുന്നു. കൊറിയ രണ്ടായി വിഭജിക്കപ്പെടുന്നു. നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ. ഇവിടെ നോർത്ത് കൊറിയയെ കൺട്രോൾ ചെയ്തിരുന്നത് സോവിയറ്റ് യൂണിയനും സൗത്ത് കൊറിയയെ കൺട്രോൾ ചെയ്തിരുന്നത് USA-യുമായിരുന്നു. 1948 കൂടി കിം ഡൈനാസ്റ്റിയിലെ കിം ഇൽ സങ്ങിനെ ഇവിടുത്തെ നേതാവായി തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ പേരിൽ മാത്രം ഡെമോക്രസിയുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഫോം ആകുന്നു. 1950 കൂടി കൊറിയൻ വാർ സ്റ്റാർട്ടാകുന്നു. നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ വളരെ വലിയ തോതിലുള്ള ബാറ്റിൽസ് ഉണ്ടാകുന്നു. പീസ് ട്രീറ്റി പോലും സൈൻ ചെയ്യാത്തതുകൊണ്ട് ഇന്നും ഇവരുടെ യുദ്ധങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. സൗത്ത് കൊറിയ അല്ലാതെ നോർത്ത് കൊറിയയുമായി അതിർത്തി ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും. നോർത്ത് കൊറിയയിൽ നിന്നും പലരും ചൈന പോലെയുള്ള രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അവിടെയുള്ള സോൾജേഴ്സ് ഇവരെ പിടിച്ച് തിരിച്ച് നോർത്ത് കൊറിയൻ ആർമിയുടെ കയ്യിൽ കൊടുക്കുന്നു. രാജ്യത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ അവരെ വളരെ ക്രൂരമായി ടോർച്ചർ ചെയ്യുകയും അറ്റ് ലാസ്റ്റ് അവരെ കൊല്ലുകയുമാണ് ചെയ്യാറുള്ളത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് കിം റൂളേഴ്സ് ആണ്. ഇവരാണ് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം. പേടിയുടെയും നിയമത്തിൻ്റെയും പേരിൽ ആളുകളെ ഇവർ സപ്രസ് ചെയ്യുന്നു. തങ്ങളുടെ കയ്യിൽ നിന്നും അധികാരം പോകാൻ പാടില്ല. അതിനായി ഇവരെന്തു വേണമെങ്കിലും ചെയ്യും. വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ 17 വയസ്സുകാരനെ ഇവർ കൊന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അവൻ വെസ്റ്റേൺ മ്യൂസിക് കേട്ടതിനാണ്. കിം ജോങ് ഉൻ പറയുന്നത് വെസ്റ്റേൺ ആൻഡ് സൗത്ത് കൊറിയൻ ഇൻഫ്ലുവൻസ് ഇവരുടെ സിവിലൈസേഷനെ തന്നെ നശിപ്പിക്കും. ഇത് ഒരു വൈറസ് ആണ്. പക്ഷേ സത്യാവസ്ഥ പവർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് മാത്രമാണ്. ഒരുപക്ഷേ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കാത്ത പല നിയമങ്ങളും ഇന്ന് നോർത്ത് കൊറിയയിലുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2024 നോർത്ത് കൊറിയയിൽ സൺഗ്ലാസസും വെഡ്ഡിംഗ് ഡ്രസ്സും ബാൻ ചെയ്യുന്നു. മെട്രോകളിലോ പബ്ലിക് സ്റ്റേഷനുകളിലോ മ്യൂസിക് അല്ല, മറിച്ച് കിം ഫാമിലിയുടെ സ്പീച്ചസ് ആണ് കേൾപ്പിക്കുക. ഈ ഒരു സമയത്ത് പരസ്പരം സംസാരിക്കാനോ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കാനോ ആർക്കും അനുവാദമില്ല. വെസ്റ്റേൺ ആൻഡ് സൗത്ത് കൊറിയൻ ഐഡിയോളജി ഫോളോ ചെയ്യാനോ കേൾക്കാനോ കാണാനോ ആർക്കും അനുവാദമില്ല. ഈ നിയമം ആരെങ്കിലും തെറ്റിച്ചാൽ അയാളെ ലേബർ ക്യാമ്പിൽ അയക്കുകയോ അല്ലെങ്കിൽ കൊന്നുകളയുകയോ ചെയ്യും. നോർത്ത് കൊറിയയിൽ ജീവിക്കുന്നവർക്ക് ഇന്റർനെറ്റ് അല്ല, മറിച്ച് ഇൻട്രാനെറ്റ് ആണ് ലഭിക്കുന്നത്. സ്റ്റേറ്റ് ഒബ്സർവേഷനിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്ന ഇന്റർനെറ്റ് ഫെസിലിറ്റിയാണ് ഇൻട്രാനെറ്റ്. ഇവർ ആരെയാണ് വിളിക്കുന്നത്, ആരോടാണ് സംസാരിക്കാറുള്ളത്, എന്താണ് ചാറ്റ് ചെയ്യുന്നത്, എന്താണ് കാണാറുള്ളത് എന്നിവയെല്ലാം സ്റ്റേറ്റിന്റെ കൺട്രോളിലായിരിക്കും. പുറം ലോകവുമായി യാതൊരുവിധ കണക്ഷനും ഇല്ലാത്ത ഒരു ജീവിതമാണ് നോർത്ത് കൊറിയയിൽ സാധാരണക്കാരുടേത്. രാജ്യത്തിന് പുറത്തുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ഫോൺ ചെയ്യണമെങ്കിൽ അതിനുള്ള പെർമിഷൻ നിങ്ങൾ മുൻകൂട്ടി വാങ്ങണം. മുൻകൂട്ടി പെർമിഷൻ വാങ്ങാത്ത ആർക്കും രാജ്യത്തിന് പുറത്ത് കോൾ ചെയ്യാനുള്ള അവകാശമില്ല. TV, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ് എന്നിവ സ്റ്റേറ്റ് കൺട്രോളിലായിരിക്കും. പ്രൈവറ്റ് മീഡിയാസിന്റെ യാതൊരു എക്സിസ്റ്റൻസും നിങ്ങൾക്ക് നോർത്ത് കൊറിയയിൽ കാണാൻ സാധിക്കുകയില്ല. ഇവരുടെ പ്രോപ്പഗേണ്ട വളരെയധികം സിമ്പിളാണ്. നിങ്ങൾ ജീവിക്കുന്ന ഈ ഒരു രാജ്യം വളരെ മികച്ച രാജ്യമാണ്. കിം ജോങ് ഉൻ വളരെ മികച്ച ലീഡറാണ്. നിങ്ങൾക്ക് ഇത്രയും നല്ല ജീവിതം നൽകിയ ഈ ലീഡറിനെ നിങ്ങൾ ദൈവത്തെ പോലെ കാണണം. അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾ വളരെയധികം വൃത്തികെട്ട രാജ്യങ്ങളാണ്. അവർക്കെതിരായിട്ടുള്ള ഹെയ്റ്റ് വളരെ ചെറുപ്പം മുതലേ കുട്ടികളിലേക്ക് ഇവർ സ്പ്രെഡ് ചെയ്യുന്നു. യുനെസ്കോയുടെ റിപ്പോർട്ട് അനുസരിച്ച് നോർത്ത് കൊറിയയുടെ ലിറ്ററസി റേറ്റ് 100% ആണ്. അതായത് ഇവിടെയുള്ള എല്ലാവരും ലിറ്ററേറ്റ് ആണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഫണ്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. അതായത് കുട്ടികളെ ചെറുപ്പം മുതലേ കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇത് ചെറുപ്പം മുതലേ കേട്ടുവരുന്ന കുട്ടികൾ ടോട്ടലി ബ്രെയിൻ വാഷ്ഡ് ആകുന്നു. നോർത്ത് കൊറിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കിം ജോങ് ഉന്നും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കാരണമാണ്. എങ്ങനെ അവർ ജപ്പാനെ ഡീത്രോൺ ചെയ്തു, എങ്ങനെ അമേരിക്കയെ തോൽപ്പിച്ചു, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ മാത്രം നിറഞ്ഞ ഒരു സ്റ്റഡിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. സയൻസിന്റെ കാര്യത്തിലും ഇതേ രീതി തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. എന്തു പഠിച്ചാലും അത് തങ്ങളെ പഠിപ്പിച്ചത് ഈ രാജ്യത്തിന്റെ സുപ്രീം ലീഡറാണ്, ഞങ്ങൾക്ക് ഈ നല്ല ജീവിതം നൽകിയതിന് സുപ്രീം ലീഡറിന് നന്ദി എന്ന രീതിയിലാണ് അവരെ എല്ലാം പഠിപ്പിക്കുന്നത്. ഈ ഒരു രാജ്യത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഹെയർ കട്ടിംഗ് പോലും നടത്താൻ സാധിക്കുകയില്ല. ഗവൺമെന്റ് കുറച്ച് ഹെയർ കട്ടുകൾ പറഞ്ഞിട്ടുണ്ട്, ഇത് വേണം എല്ലാവരും ഫോളോ ചെയ്യാൻ. അല്ലാത്ത പക്ഷം ഇതും ഈ ഒരു രാജ്യത്ത് വളരെ വലിയ ക്രൈമാണ്. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നോർത്ത് കൊറിയയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെയർ കട്ടിംഗ് നടത്താനോ
ഹെയർ കളറിംഗ് നടത്താനോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ യാതൊന്നും കഴിയില്ല. എല്ലാം സ്റ്റേറ്റ് പറയും. ഇതിനെ ആരെങ്കിലും ലംഘിച്ചാൽ അവർക്ക് വളരെ വലിയ ശിക്ഷയായിരിക്കും ലഭിക്കുക. വസ്ത്രം മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പോലും സാധിക്കുകയില്ല. അമേരിക്കൻ ഡിഷസോ സൗത്ത് കൊറിയൻ ഡിഷസോ മറ്റ് വെസ്റ്റേൺ ഡിഷസോ ഇവിടെ അലൗഡ് അല്ല. നോർത്ത് കൊറിയയിലെ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട്. അല്ലാത്ത പക്ഷം ഇത് ഇല്ലീഗലായി ഡിക്ലെയർ ചെയ്യും. കൂടാതെ പാസ്പോർട്ട് ഫെസിലിറ്റി എലീറ്റ് ക്ലാസ്സിന് മാത്രമാണുള്ളത്. കിം ജോങ് ഉന്നിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ സാധിക്കുകയില്ല. ഈയൊരു രാജ്യത്ത് നിങ്ങൾക്ക് സ്വന്തമായി വീടോ സ്ഥലമോ ബിസിനസ്സോ ഉണ്ടാവുകയില്ല. എല്ലാം ഓൺ ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിരിക്കും. കൂടാതെ റിലീജിയസ് ഫ്രീഡവും ഈയൊരു രാജ്യത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. യാതൊരുവിധ റിലീജിയനും ഫോളോ ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല. പുറം ലോകം കാണാനായി ഇവിടെ ചർച്ചുകൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ആളുകളെ ലേബർ ക്യാമ്പിൽ അയക്കുകയോ അല്ലെങ്കിൽ കൊന്നുകളയുകയാണ് ചെയ്യാറുള്ളത്. ആരെങ്കിലും ഈ ഭരണവ്യവസ്ഥയ്ക്കെതിരായി ശബ്ദമുയർത്തിയാൽ അയാളെ മാത്രമല്ല, മറിച്ച് അയാളുടെ മുഴുവൻ കുടുംബത്തെയും ശിക്ഷിക്കുന്നു. 3 ജനറേഷനോളമാണ് ഈ ശിക്ഷ നീണ്ടു നിൽക്കാറുള്ളത്. അതായത് ഇവർ രാജ്യദ്രോഹികളാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ യാതൊരുവിധ തെറ്റും ചെയ്യാതെ ആ കുട്ടി രാജ്യദ്രോഹിയായി മാറുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് ആരും തന്നെ നിലവിലെ ഭരണവ്യവസ്ഥയ്ക്കെതിരായി ശബ്ദമുയർത്താത്തത്. ഈ രാജ്യത്തിലെ സാധാരണക്കാരുടെ അവസ്ഥ എന്നത് വളരെയധികം പരിതാപകരമാണ്. സ്വാതന്ത്ര്യം എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ. നോർത്ത് കൊറിയയിൽ ജനിക്കുന്നത് മുതൽ മരിക്കുന്നതുവരെ എല്ലാ ആഴ്ചയിലും സെൽഫ് ക്രിറ്റിസിസം സെഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇരുന്ന് അവർക്ക് ആ ഒരാഴ്ചയിൽ പറ്റിയ തെറ്റുകളെ പറ്റിയായിരിക്കും സംസാരിക്കുക. ഈ ഒരു ഏറ്റുപറച്ചിൽ സെഷനിൽ ഇവർ കൂടുതലായും ഗ്ലോറിഫൈ ചെയ്യുക തങ്ങളുടെ ലീഡറിനെയാണ്. അദ്ദേഹത്തിനെതിരായി കുറ്റം ചെയ്തതിന് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന രീതിയിലാണ് ഓരോ സെഷൻസും കടന്നു പോകാറുള്ളത്. ഇവിടെ വോട്ടിങ്ങും വളരെയധികം ഡിഫറൻ്റ് ആണ്. എല്ലാവരും വോട്ട് നൽകണം. എന്നാൽ വോട്ട് ചെയ്യേണ്ടത് ആർക്കാണെന്ന് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യും. അങ്ങനെയാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാറുള്ളത്. ഈ വോട്ടിങ്ങുകളുടെ ലക്ഷ്യം പ്രതിനിധിയെ സെലക്ട് ചെയ്യുക എന്നതല്ല, മറിച്ച് ആളുകളുടെ ലോയൽറ്റി ടെസ്റ്റ് ചെയ്യുക എന്നതാണ്. ആരെങ്കിലും വോട്ട് ചെയ്യാത്ത പക്ഷം അയാളെ രാജ്യദ്രോഹിയായി ഡിക്ലെയർ ചെയ്യുന്നു. 100% ആളുകളും വോട്ടിംഗ് നടത്തുമ്പോൾ അത് ഗവൺമെന്റിന്റെ പവർ ആണെന്നും കൂടാതെ ആളുകൾ തങ്ങളെ അംഗീകരിക്കുന്നുവെന്നും അവർക്ക് തോന്നലുണ്ടാകുന്നു. അതിനുവേണ്ടിയാണ് ഈ ഒരു സിസ്റ്റം തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സുപ്രീം പീപ്പിൾസ് അസംബ്ലി എന്ന പേരിൽ ഈ ഒരു രാജ്യത്ത് നിങ്ങൾക്ക് പാർലമെന്റും കാണാൻ സാധിക്കും. എന്നാൽ ഇവരുടെ പ്രധാന ജോലി നിയമനിർമ്മാണമല്ല, മറിച്ച് കിം ജോങ് ഉൻ പറയുന്ന കാര്യങ്ങൾ എഗ്രി ചെയ്യുക എന്നത് മാത്രമാണ്. ഈ ഒരു രാജ്യത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോസ് കാണാൻ സാധിക്കുകയില്ല. ചാനൽ ചേഞ്ച് ചെയ്യാൻ കഴിയുകയില്ല. ഇതെല്ലാം കൺട്രോൾ ചെയ്യുക സ്റ്റേറ്റ് തന്നെയാണ്. അതായത് നിങ്ങൾ എന്ത് കാണണമെന്ന് പോലും തീരുമാനിക്കുന്നത് ഇവിടെയുള്ള സുപ്രീം ലീഡറാണ്. ഇവിടെ സൈക്കിൾ ഓടിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് ലൈസൻസ് ആവശ്യമാണ്, നമ്പർ പ്ലേറ്റ് ആവശ്യമാണ്, കൂടാതെ റോഡ് ടെസ്റ്റും പാസ്സാകണം. ഇതിനു പുറമെ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ മറ്റ് രാജ്യങ്ങളുടെ ചിഹ്നങ്ങളോ അല്ലെങ്കിൽ ബ്രാൻഡുകളുടെ ലോഗോയോ ഉണ്ടാകാൻ പാടില്ല. നേറ്റീവ്സിന് മാത്രമല്ല, മറിച്ച് ഈ രാജ്യത്തിലേക്ക് ആരെങ്കിലും ടൂറിസ്റ്റായി വരികയാണെങ്കിൽ അവർക്കും സ്ട്രിക്റ്റ് ലോസ് ഫോളോ ചെയ്യേണ്ടതായി വരും. നിങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാകണം. ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയൂ. ലോക്കൽസുമായി സംസാരിക്കാനോ പബ്ലിക്കിൽ സെൽഫി എടുക്കാനോ നിങ്ങൾക്ക് അനുവാദമില്ല. നിങ്ങൾക്ക് ആരുടെയെങ്കിലും പബ്ലിക് ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ അത് ഗൈഡിന്റെ പെർമിഷനോട് കൂടി മാത്രമേ ചെയ്യാൻ കഴിയൂ. നിങ്ങൾക്ക് മൊബൈലും കമ്പ്യൂട്ടറും കൈവശം വെക്കാനുള്ള പെർമിഷനുണ്ട്. എന്നാൽ USB-യും മൊബൈലും ഫ്രീക്വൻ്റായി ചെക്ക് ചെയ്യുന്നു. പുറത്തുള്ള എന്തെങ്കിലും കണ്ടന്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് വളരെ വലിയ തോതിലുള്ള ശിക്ഷയും ലഭിക്കും. ഈ രാജ്യത്ത് ജനിക്കുന്ന ഓരോ കുട്ടിയും എന്താകണമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഫാമിലി ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ജോലി തീരുമാനിക്കുക. അതിനായി 3 ആളുകളെ തിരിക്കുന്നു: കോർ, വേവറിംഗ് ആൻഡ് ഹോസ്റ്റൈൽ. ഇതിൽ കോറിൽ വരുന്ന ആളുകളാണ് രാജ്യവും ഭരണാധികാരിയുമായി വളരെയധികം ലോയലായി നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കൊറിയൻ വാറിൽ സോൾജേഴ്സായി നിന്ന ആളുകൾ. ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾക്ക് വളരെ ഉയർന്ന പദവിയാണ് ഈ രാജ്യത്ത് ലഭിക്കാറുള്ളത്. രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ താമസിക്കാനും വാഹനങ്ങൾ കൈവശം വെക്കാനുമുള്ള അവകാശം ഇവർക്കുണ്ട്. 2ാമത്തെ ക്ലാസ്സാണ് വേവറിംഗ് ക്ലാസ്. ഈ രാജ്യത്തെ മിഡിൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ ഇവരെ നമുക്ക് വിശേഷിപ്പിക്കാം. രാജ്യത്തിൻ്റെ കണ്ണിൽ ഇവർ ഒരു കാലത്ത് ലേബേഴ്സോ അല്ലെങ്കിൽ ഫാമേഴ്സോ ആയിരുന്നിരിക്കണം. കൂടാതെ ഇവരുടെ ഹിസ്റ്ററി വളരെ നല്ലതോ ചീത്തയോ അല്ല. മിഡിൽ ക്ലാസ് ഫെസിലിറ്റീസാണ് രാജ്യത്ത് ഇവർക്ക് ലഭിക്കുക. അടുത്തതാണ് ഹോസ്റ്റൈൽ ക്ലാസ്. ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ ഇവർ ഏറ്റവും താഴെ തട്ടിൽപ്പെട്ട ആളുകളാണ്. ഒരു കാലത്ത് ഏതെങ്കിലും മതം ഫോളോ ചെയ്തിരുന്നവരോ അല്ലെങ്കിൽ സൗത്ത് കൊറിയയുമായി ബന്ധമുണ്ടായിരുന്നവരോ ആണിവർ. ഇവരെ രാജ്യദ്രോഹികളെ പോലെയാണ് ഗവൺമെൻറ് കാണാറുള്ളത്.
രാജ്യത്തിലെ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന ജോലികളാണ് ഇവർക്ക് നൽകപ്പെടാറുള്ളത്. ഇവിടെ ജനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ് തുടങ്ങിയവയെല്ലാത്തിനും വ്യക്തമായ കണക്കുണ്ട്. ഒരളവിൽ കൂടുതൽ ആർക്കും അത് കൺസ്യൂം ചെയ്യാൻ സാധിക്കുകയില്ല. 17 വയസ്സ് പൂർത്തിയായാൽ ഉടനെ തന്നെ 10 വർഷത്തേക്ക് നിർബന്ധിത സൈനിക സേവനം എല്ലാവരും നടത്തേണ്ടതുണ്ട്. അതിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി. രാജ്യം ഭരിച്ച ഭരണാധികാരികളുടെ ഡെത്ത് ആനിവേഴ്സറിയിൽ എല്ലാവരും കരയണം. കരയാത്ത പക്ഷം നിങ്ങളെ സംശയബുദ്ധിയോടെ ആയിരിക്കും കാണുക. എല്ലാവരും ഈ ഭരണാധികാരികളുടെ ഫോട്ടോകൾ വീട്ടിൽ ഫ്രെയിം ചെയ്യുകയും കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യണം. പുറം ലോകവുമായി വളരെയധികം കട്ട് ഓഫായി ജീവിക്കുന്ന ഈ ഒരു രാജ്യത്തിലെ കലണ്ടറിനും വ്യത്യാസമുണ്ട്. ഇവർ ജൂയിഷ് കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത്. 1912 ഇത് നിലവിൽ വരുന്നത്. സുപ്രീം ലീഡറായിരുന്ന കിം ഇൽ സങ്ങിൻ്റെ ബർത്ത് ഡേറ്റ് ജൂയിഷ് 1 എന്ന രീതിയിലാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അവിടുത്തെ വർഷം 113. ഇതുവരെ നിങ്ങൾ കേട്ട ഈ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ഇന്ന് ഈ രാജ്യത്തുണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇതിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വന്നിട്ടുമുണ്ടാകാം. ഈ രാജ്യത്തിലെ ഇൻഫർമേഷനുകൾ ഒന്നും തന്നെ വാസ്തവത്തിൽ പുറത്തു വരാറില്ല. ഈ ഒരു രാജ്യത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ പരമാവധി കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.